ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഞാൻ പാസ്റ്റർ ദാനിയേൽ നീലഗിരി. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? പിന്നെ സുവിശേഷ യാത്രയിൽ പല രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് പണനഷ്ടങ്ങളുണ്ടാകാം, എന്നാലും അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി ഞാനും മുന്നോട്ടുള്ള ദൈവദാസന്മാരും ആവോളം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ആരുടെ അടിമയൊന്നുമല്ല, ഇല്ലേ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം ഒരു കാലത്ത് അങ്ങ് റോമാക്കാരുടെ ഭരണം മുതൽ തുടങ്ങിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അടിമ ഉടമ വ്യവസ്ഥിതി നിലനിൽക്കുന്ന കാലഘട്ടമാണ്. ഈ അടിമകളെ വിൽക്കുന്ന ചന്തകളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു സ്വാതന്ത്ര്യം എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. അപ്പോസ്തലൻ പൗലോസ് നമുക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് ഇനി അടിമ നോക്കത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പറയും, ഞാൻ ആരുടെ അടിമയൊന്നുമല്ല, ഞാനതല്ല ഇതല്ല എന്നൊക്കെ പറയും. അത് ഒരിക്കലും അങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നാണെങ്കിലും വേറൊരു രീതിയിൽ കേൾക്കുന്നവരെ മറ്റൊരു രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ശരിയായ നിലപാടല്ല എന്നുള്ളതാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകുമ്പോൾ തന്നെ രണ്ടാമത്തെ ലേഖനത്തിനകത്ത് നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം, 29 അധ്യായമാണ്. അപ്പോൾ രണ്ടാമത്തെ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വായിച്ച് കേൾപ്പിക്കുക. 4-ാം അധ്യായം 5-ാം വാക്യം, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് തന്നെ അറിയോ? ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്നാണ്. ഞാൻ നിങ്ങളുടെ ദാസനാണ്. അങ്ങനെ ആരും ഒരിക്കലും പറയാൻ ഇഷ്ടപ്പെടാറില്ല. പൊതുവെ എല്ലാവരും പറയുന്നത് ഞാൻ ആരുടെയും ദാസനൊന്നുമല്ല, ഞാൻ കർത്താവിൻ്റെ ദാസനാണ് പൊതുവെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ പൗലോസ് നല്ലൊരു ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ ദാസന്മാർ, ഞാൻ നിങ്ങളുടെ ദാസൻ, യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ. കണ്ടോ? എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, എപ്പോൾ നാം മറ്റുള്ളവരുടെ ദാസനായി മാറാൻ കഴിയുന്നോ, യേശു നിമിത്തം, കേട്ടോ, യേശു നിമിത്തം, അല്ലാതെ ഒരു അടിമത്തത്തിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. യേശു നിമിത്തം നമ്മൾ മറ്റുള്ള ആളുടെ ദാസനാണ്. ഒരു ശുശ്രൂഷകനായിക്കോട്ടെ, ആ ശുശ്രൂഷകൻ്റെ അടിമയാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു നിമിത്തം എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. യേശുവിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. അതിനിപ്പോൾ ഒരാളുടെ കാല് കഴുകേണ്ട അവസ്ഥയാണെങ്കിലും ഐ ആം റെഡി. അതിപ്പോൾ ഒരു കുറച്ച് പേപ്പർ ചർച്ചിനകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ചില വേസ്റ്റ് എടുത്ത് കളയുന്ന കാര്യമായാലും ശരി, അതല്ലെങ്കിൽ ഒരു കൺവെൻഷന് ചെല്ലുമ്പോൾ കുറച്ച് കസേര അവിടെ അടുക്കി വെച്ചേക്ക് അതൊന്ന് നിരത്തിയിടുന്ന കാര്യത്തിലായാലും ശരി, അതിനൊക്കെ പൊതുവേ ആൾക്കാർ അതൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചില വിരലിലെണ്ണാവുന്ന പ്രസംഗകർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ ഈ ഫീൽഡിലായിട്ട് നിങ്ങൾക്കറിയാം 10-32 വർഷമായല്ലോ. അപ്പോൾ ഒരുപാട് പ്രസംഗകരെ ഞാൻ കാണുന്നതാണ്. ചിലരൊക്കെ പ്രസംഗിക്കാൻ കയറി വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30-7:45 ഓരോരുത്തരൊക്കെ കയറി വരുന്നത് ഞാൻ കാണുന്നത്. പിന്നെ ഒരു പക്ഷേ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്നതായിരിക്കാം. അതും സമ്മതിക്കണമല്ലോ. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നേരത്തും കാലത്തും വീട്ടിൽ ഇറങ്ങാമല്ലോ, ഇറങ്ങത്തില്ലേ? ചില ആൾക്കാർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു കൺവെൻഷൻ ചെന്നപ്പം അവിടെ ഒരാൾ പ്രസംഗിക്കാൻ കയറി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം എന്നറിയോ, ഒരു 2 കൈയൊക്കെ ഇങ്ങനെ വിരിച്ച് പിടിച്ച് കക്ഷത്തിൽ പരുവുള്ളതുപോലെ ഒരു വരവ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഇതാ ഒരാൾ പുറകെ പിടിച്ചുകൊണ്ട് വരുന്നു. ചേടോ, സ്വന്തം പ്രസംഗിക്കുന്ന ബൈബിൾ എടുക്കാൻ മേലാത്ത ഇവൻ എങ്ങനെ പ്രസംഗകനായി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സ്തോത്രം. ഞാൻ സാധാരണ കൺവെൻഷന് പ്രസംഗിക്കുന്ന സമയത്ത് പലയിടത്തും ഞാൻ നേരത്തെ ചെല്ലും. അന്ന് എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ പ്രസംഗ സ്ഥലത്ത് 5 മണിക്ക് മുമ്പേ ഞാൻ അവിടെ എത്തിയിരിക്കും. എത്തിയിട്ട് അവിടെ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കർത്താവിന് വേണ്ടിയല്ലേ, അല്ലേ? നമ്മളെന്നാ
ചൂലെടുക്കണമെങ്കിൽ ചൂലെടുക്കും, ചൂലെടുത്ത് അവിടെ ക്ലീനാക്കും. എൻ്റെ സ്നേഹിതൻ പ്രസംഗകൻ, എൻ്റെ സ്നേഹിതൻ ബെന്നിച്ചൻ എന്നോട് പറയാ ചൂലെടുക്കുമെന്ന്. അതെ, സത്യവാത്. ചൂലെടുക്കുന്നിടത്ത് ചൂലെടുക്കും. ഞങ്ങൾ എടുത്ത് അടിച്ചു വാരിനടുത്ത് അടിച്ചു വാരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ദാസനാകാൻ, ഞങ്ങളുടെ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ദാസനാകാൻ ഞങ്ങൾക്കൊരു മടിയില്ല, ഒരു മടിയില്ല. ആമേൻ. ഇതിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത്, ഈ സന്ദേശം നൽകുന്നത് ഒരു ചെറിയ കുറുങ്കാടിനകത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഒരു റോഡ് കണ്ടു. ആ റോഡിൽ കൂടെ നടന്ന് ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഈ സീനറിയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നാച്ചുറൽ, പച്ച വെള്ളം, ഒരു ടാക്സും കൊടുക്കാണ്ട, ഒരു മിനറൽസ് മാത്രമുള്ള കാട്ടാർ ഒഴുകുന്ന ഒരരുവി. ഇത് കാടല്ല കേട്ടോ, ഇതൊരു ഗ്രാമത്തിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ശ്രദ്ധിച്ചേ, ഞാനീ പറഞ്ഞു വരുന്നത്, കർത്താവ് നിമിത്തം നിങ്ങൾ ദാസനാവുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ചില പാടാന്നേ. എനിക്കറിയാവുന്ന മിക്ക ആളുകളും സുവിശേഷം പ്രസംഗിക്കാൻ വരുന്നത് നല്ല വെൽ ഡ്രസ്സോടെയാണ്. കുഴപ്പമൊന്നുമില്ല, അത് തെറ്റൊന്നുമില്ല, നല്ല കാര്യമാന്നേ. ഈ കർത്താവേ 12 പേർക്കും അപ്പം മുറിച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പരിപാടി ചെയ്തായിരുന്നു. എന്താണെന്നറിയോ? അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റിട്ട് ഒരു തോർത്തെടുത്ത് അരയിലോട്ട് കെട്ടി. കുളിക്കാൻ പോകാനല്ലായിരുന്നു, ഒരു തോർത്തെടുത്ത് അരയിലോട്ട് കെട്ടി. എന്നിട്ട് ആദ്യം പത്രോസിനെ നീട്ടടാ, പത്രോസെ കാലിഞ്ഞിട്ടെന്ന് പറഞ്ഞു. പത്രോസ് കാലിങ്ങനെ പുറകോട്ട് വലിച്ചു. ചില ആട് വെള്ളം കാണുമ്പോൾ നിൽക്കുന്നത് പോലെ ഒരു നിപ്പുണ്ടല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പത്രോസ് പുറകോട്ട് ആഞ്ഞു നിന്നു. കർത്താവ് പറഞ്ഞു, പിന്നെ നീ കാല് കഴിയില്ല, ഞാൻ നിൻ്റെ കാല് കഴിയില്ലെങ്കിൽ നിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ അടുത്ത് അപ്ലോഡ് ആകില്ല. ഇന്ന് രാവിലെ ഞാനൊരു ആപ്ലിക്കേഷൻ അപ്ലോഡ് ആക്കാൻ വേണ്ടി 10-15 മിനിറ്റ് കഷ്ടപ്പെട്ടു പോയി, എന്നിട്ടും അപ്ലോഡ് ആയിട്ടില്ല. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പം പത്രോസിനോട് പറയാം, പത്രോസേ എന്നോടുകൂടെ പന്തി വേണോ? നിൻ്റെ കാല് ഞാൻ കഴുകണം പത്രോസേ. പത്രോസ് ഒറ്റ നോട്ടത്തിൽ കർത്താവ് പറഞ്ഞു നിൻ്റെ കാല് കഴുകിയില്ല, എനിക്ക് പന്തിയില്ലെന്ന് പറയാം. കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ അങ്ങ് കുളിപ്പിച്ചേക്കാൻ പറഞ്ഞു. ഇല്ലേ, എന്നെ അങ്ങ് കുളിപ്പിച്ചേക്കാൻ. ഇപ്പോൾ ഈ വെള്ളം കാണുമ്പോൾ ഇവിടെ ചാടി കുളിക്കാൻ തോന്നുക. എൻ്റെ പുറകെ നല്ല ജലാശയം ഇങ്ങനെ കിടക്കുക. ശ്രദ്ധിക്കൂ, പത്രോസിനോട് പറയാ, നിനക്കെന്നോടുകൂടെ പങ്കുമോഹരിയും വേണോ പത്രോസേ? ആമേൻ. ഞാൻ നിൻ്റെ കാല് കഴുകും. എന്തൊക്കെയാ നമ്മുടെ കാല് കഴുകിയ കർത്താവായത് കേട്ടോ. നമ്മൾ ഞാൻ 20 വർഷമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കാല് കഴുകാൻ എൻ്റെ മുട്ടിന് വേനയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ ടോപ്പ് പ്രസംഗകനാണേലും ക്രിസ്തുവോളം വരില്ല. നിങ്ങൾ ടോപ്പ് പ്രസംഗകനാകുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ എല്ലാവരുടെയും ദാസനാകാൻ തീരുമാനിക്കുമ്പോഴാണ് നിങ്ങൾ ടോപ്പ് പ്രസംഗകനാകുന്നത്. അല്ലേ വെറും ടോപ്പും പിടിച്ചുകൊണ്ട് നടക്കുന്ന പ്രസംഗകനായി പോവും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ. ഒരു വെളിവില്ലാത്ത എന്ന് പറഞ്ഞാൽ കുറേ വെളിവില്ലാത്തവരുള്ളൊരു സഭയാണ് കൊരിന്ത്യ സഭ. ആ സഭയുടെ കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ അധ്യായം വായിക്കുമ്പോൾ മൂക്കേ കൈവെക്കും. 5-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് മൂക്കേലല്ല തലേ മുഴുവൻ തുണിയിടേണ്ടി വരും. അതുപോലത്തെ വൃത്തികെട്ടൊരു സഭ. ആ സഭയെ പരിശുദ്ധാത്മാവ് കളഞ്ഞില്ല കേട്ടോ. അവിടെയുള്ള അഴുക്കെല്ലാം അടിച്ചു വാരി തൂരെ കളഞ്ഞിട്ട് പറഞ്ഞു, പൗലോസായ ഞാൻ നിങ്ങളെ ഇത്രയും വഴക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ ദാസനാന്നേ. ക്രിസ്തുവിനൊത്ത് നിങ്ങളുടെ ദാസനാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം, ഞാൻ ക്രിസ്തു നിമിത്തം എൻ്റെ കൂട്ടുവേലക്കാരൻ്റെ ദാസനാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ചിന്തിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ പണ്ട് പറഞ്ഞതുപോലെ CTH പഠിച്ചവന് കുഴപ്പമില്ല. അതേസമയം MDU പഠിച്ചവനാണെങ്കിലോ CTHകാരനെ കാണുമ്പം ദാസനാന്ന് പറയാൻ ഇച്ചിരി പാടാണ്. ഈ അക്രഡേഷൻ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അല്പം MTH എടുത്ത ആളാണല്ലോ CTHകാരനെ കാണുമ്പം ദാസനാന്ന് പറയുമോ? ഇച്ചിരി പാടാണ്. ഏതെങ്കിലും വേറെ പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കേണ്ടി വരും, ഇല്ലേ? ഡോക്ടറേറ്റും കൂടെ ഉണ്ടെങ്കിലോ എൻ്റെ അമ്മോ, ദാസനല്ല. അതിൻ്റെ അത്ര ദാസം പോട്ടെ, ശുശ്രൂഷകനെന്ന് പോലും പറയുകയില്ല, ഇല്ലേ? അവരുടെ പിന്നെ ടോണ് വ്യത്യാസം. ഈ കഴിഞ്ഞിടയ്ക്ക് രസകരമായ സംഭവം ഉണ്ടായി. ഞാൻ ഒരു ബസ് യാത്രയ്ക്ക് വേണ്ടി ഒരാളെ കയറ്റിവിടാൻ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തിനുള്ളിൽ ഗ്രാജുവേറ്റ് ആയ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. സുവിശേഷ വേലക്കാരനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളീനെ.
പുള്ളി അദ്ദേഹം അവിടെ ഔചാരികമായ എന്തോ ആവശ്യത്തിന് വന്നാൽ ഞാൻ ഉടനെ എൻ്റെ സ്നേഹിതനെ വണ്ടി കയറ്റി വിടാൻ വന്ന ഈ ഗ്രാജുവേറ്റ് ചെയ്ത് 2 വർഷമായിട്ടുള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, പ്രൈസ് ലോർഡ് പാസ്റ്റർ, ഇപ്പോൾ കർത്താവിൻ്റെ വേലയൊക്കെ ഉണ്ടോ, പാട്ടൊക്കെ പാടാൻ പോകുന്നുണ്ടോ ഒക്കെ വളരെ ബാസിട്ടൊരു ചോദ്യം. എനിക്ക് ഞാൻ അങ്ങനെയുള്ളവരൊക്കെ മുമ്പ് ചിരിക്കാറില്ല. കാരണം ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടത്തിൽ കയറ്റി വിട്ട ആൾ കൂടെ നാണക്കേടായി പോകും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി ഒരു കടയിലോട്ട് കയറി സാധനം മേടിക്കാൻ കയറിയപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ ദൈവദാസൻ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ അയക്കാൻ വന്ന ദൈവദാസൻ എന്നോട് ചോദിച്ചു, ആ ദൈവദാസനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്കറിയാം. ഒരുപാട് വർഷമായി കാണുമല്ലേ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞില്ല, 2 വർഷമാണ്. ഉടനെ അദ്ദേഹം ചോദിക്കാം, അവൻ എങ്ങോട്ടാണ് പോയത് ചോദിച്ചോട്. 10-30 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിരിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ അദ്ദേഹത്തെയാണ് ഞാൻ യാത്ര ചെയ്യാൻ കയറ്റി വിട്ടത്, യാത്രയാക്കാൻ വന്നത്. പക്ഷേ 2 വർഷം കൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ അതിന് അഹങ്കാരം എന്ന് പറയത്തില്ല ഞാൻ. കാരണം അത് അവനെ ഏത് മൂശയിലാണോ അവനെ ഉരുവാക്കി വിട്ടത്, ആ ചെറുപ്പക്കാരനെ ഉരുവാക്കി വിട്ടത്, ആ മൂശയുടെ പ്രശ്നമാണ്. ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നെ പഠിപ്പിച്ച പാസ്റ്റർ എം പൗലോസ് രാമേശ്വരം, പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബോസം കുരുള സാറ്, ഉമ്മച്ചൻ അപ്പച്ചൻ, ജി ഉമ്മച്ചൻ പാസ്റ്റർ, എം പി ചാക്കോ സാറ്, ഇവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതെന്നറിയോ, മക്കളെ ഏത് സുവിശേഷ വേലക്കാരനെ കണ്ടാലും നിന്നേക്കാളും ഗ്രേഡ് കൂടിയതാണെന്ന് ഓർത്തോണം. നിന്നേക്കാളും ഗ്രേഡ് കൂടിയതാണെന്ന് ഓർത്തോണം. കാരണം അവൻ ക്രിസ്തുവുമായിട്ട് രാവിലെ ആശയവിനിമയം നടത്തിയിട്ടാണ് നിൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്തു പോയത്. നിനക്കോ ആശയവിനിമയം ഇല്ല, പിന്നെ ആകെ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലാണ് നീ നിൽക്കുന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പം ആശയം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദേവദാസന്മാർ പറയണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും ദാസന്മാരാണ്. ആർക്ക്? എല്ലാവർക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, നിങ്ങളുടെ ദാസനാണ് ഞാൻ. ഒന്നും വിചാരിക്കണ്ട. നിങ്ങളിനിയിപ്പം നിങ്ങൾക്കൊരു ദാസനില്ല എന്നുള്ള വിഷമാണെങ്കിൽ അത് കളഞ്ഞേര്. ദാനിയേൽ നീലഗിരി നിങ്ങളുടെ ദാസനാണ് കേട്ടോ. പറഞ്ഞേക്കണം. ആരോടെങ്കിലും ചോദിക്കാൻ പറയണം, ദേവദാസന് ദാസന്മാരാരെല്ലാം ഉണ്ടോ? ഉണ്ടല്ലോ, ഒരാളുണ്ട്, നീലഗിരിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞേര്. നോ പ്രോബ്ലം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം എപ്പോൾ ദാസനായിത്തീരുന്നോ അപ്പോൾ ദൈവം നമ്മെ ശുശ്രൂഷകനായി മാറ്റും. എപ്പോൾ നാം ദാസത്വത്തിലേക്ക് വരുന്നോ അപ്പോൾ നാം കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരണം. ഇന്ന് രാവിലെ ആ ഒരു നല്ല മെൻറ്റാലിറ്റിയോടെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നത് ഈ പ്രഭാതത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനിടയായി. ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, കർത്താവേ, നിങ്ങളുടെ ദാസന്മാരൊന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നാണെന്ന് ആമേൻ ക്ലിയറായി ബോധ്യത്തോടെ ഈ ജനത്തിന് നടുവിലേക്ക് സന്ദേശമായി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം വിടുതലും കൽപ്പിക്കണമേ. കൃപ ചെയ്യണം, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, നിങ്ങൾ ദാസനാണ്. ആരുടെ? ദാനിയേൽ നീലഗിരിയുടെ അല്ല. നിങ്ങൾ ക്രിസ്തുവിന് ദാസന്മാർ. ആർക്ക്? എല്ലാവർക്കും ദാസന്മാർ. എല്ലാവർക്കും ദാസന്മാർ. അങ്ങനെ ഒരു നല്ല മെൻറ്റാലിറ്റി രാവിലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതോടുകൂടി നമ്മുടെ എല്ലാ ഈഗോ ക്ലാഷും അവിടെ കൊണ്ട് ക്യാൻസലാവും. ഓക്കെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.